കൊച്ചി നഗരസഭ 13-ാം ഡിവിഷനിൽ നഗരജനകീയ ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ മുഖ്യാതിഥിയായി. കൊച്ചി നഗരസഭ 13-ാം ഡിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ച നഗര ജനകീയ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. വികസനത്തിൽ ഒരിക്കലും നമ്മൾ കക്ഷി രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാലിന്യക്കുറുപ്പ് എന്ന് പറയുന്ന ഒരാളെ പേര് പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികസനത്തിൽ കക്ഷി രാഷ്ട്രീയം കൊണ്ടുവന്നിട്ടില്ല. 2, എന്നെ എവിടെയെങ്കിലും കയറി മാന്തി കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് അത് തിരിച്ചു പറയും. അതെൻ്റെ ഒരു ശീലമാണ്, അല്ലേ മാലിന്യം. അപ്പോൾ ആളുകൾ എന്നെ തിരിച്ചു പറയുന്നതിനും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് ഞാൻ ജനാധിപത്യപരമായി കേൾക്കും. അതുകൊണ്ട് ഉണ്ടായ പ്രയോജനം ആണ് ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുശുമ്പ് അസൂയം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും ഒരു വീട്ടിൽ മര്യാദയ്ക്ക് കണക്കില്ല. ശരിയല്ലേ ഞാൻ പറയുന്നത്? അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. ഉള്ള കാര്യം മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും നേരെ തുറന്നു പറഞ്ഞാൽ പ്രശ്നങ്ങൾ കുറേ അങ്ങ് തീരും. കുശുമ്പ് കണ്ടിട്ടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം വേറെ 10 പേര് പറഞ്ഞയാൾ അറിയുമ്പോഴത്തേക്കും സംഗതികളൊക്കെ വഷളാവും. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.കെ. അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ.എ. അൻസിയ മുഖ്യാതിഥിയായിരുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയതായി ഒരു നഗരസഭയിൽ കാലെടുത്ത് വെച്ച് ഡെപ്യൂട്ടി മേയറായി ആ കൗൺസിലിൽ ഇരിക്കുമ്പോൾ മേയർ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മേയറിൻ്റെ ഒരുപാട് സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ഈ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റി നല്ല രീതിയിൽ കൊച്ചിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. നിങ്ങൾക്കറിയാം, ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കൊച്ചി നഗരസഭ കടന്നുപോയിട്ടുള്ളത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ പിന്നീടുള്ള പ്രളയം, വെള്ളക്കെട്ട്, പിന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തം എല്ലാത്തിനെയും തരണം ചെയ്തുകൊണ്ട് ഇന്ന് കൊച്ചി നഗരസഭ കൊച്ചി നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളിലൂടെ സന്തോഷകരമായി എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കൗൺസിലർ വി.എസ്. ശ്രീജിത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി.ഡി. വത്സലകുമാരി, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന ഗോകുലൻ, ടാക്സ് അപ്പീൽ കാര്യം ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശാദേവി, NHM ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അഭിജിത്ത് സ്റ്റാനി, കെ. സുരേഷ്, ധർമ്മൻ, A.P. റഷീദ്, ബിനു നൌഷാദ്, ഓമന ദിനേശൻ എന്നിവർ സംസാരിച്ചു. ഞങ്ങളുടെ തെരഞ്ഞെടുത്തിട്ടുള്ള പ്രദേശം നഗരസഭയ്ക്കകത്ത് തന്നെ കൂടുതൽ വീടുകളും ജനങ്ങളുമുള്ള ഒരു ഡിവിഷനാണ് കടേഭാഗം ഡിവിഷൻ. ഇതിനോട് തൊട്ടടുത്ത് ചേർന്ന് നിൽക്കുന്ന തഴുപ്പ് ഡിവിഷനും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഈ 2 ഡിവിഷനുകൾ ചേർന്നുകൊണ്ട് പുതിയൊരു വാർഡ് കൂടി വന്നിരിക്കുകയാണ്, ജനസംഖ്യയെ കൂടി കണക്കാക്കിക്കൊണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കടേഭാഗം ഡിവിഷനിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളൊരു പ്രദേശത്താണ് ഈ നഗരാരോഗ്യ കേന്ദ്രം ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നത്. നഗരപ്രദേശങ്ങളിലും ഹെൽത്ത് ആൻഡ് വെൽനസ് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ പോവുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ ഒരു PNC എന്ന തലത്തിലുണ്ട്. നമ്മൾ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ PHC തലത്തിൽ, അതായത് കുടുംബാരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽനസ് സെൻറ്റർ, ആ രീതിയിലുള്ള ആശുപത്രികൾ കുറവാണ്. നമുക്ക് താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റൽ അങ്ങനത്തെ സാധനങ്ങളാണ് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.